ഹായ് ഫ്രണ്ട്സ് സ്റ്റോറി ഫൈനൽ എപ്പിസോഡ് ഫസൽ പാർട്ട്. ഓക്കെ, പിന്നെ ഹീറോയി ജങ്കുക്ക് പറഞ്ഞു ഞാൻ കഷ്ടപ്പെട്ട് അവളെ കല്യാണം കഴിച്ചു, അത് മാത്രമല്ല അവളെ ഞാനാണ് ആവശ്യം മാരേജ് കഴിച്ചത് പറഞ്ഞു. എന്ത് സ്ഥല ഷോക്കായി. അർജുൻ പറയാൻ തുടങ്ങി. ഓക്കെ, അർജുൻ പറയാൻ തുടങ്ങി ഇവൾക്ക് എന്നെ ഇഷ്ടമാണ്, അങ്ങനെ ഇവൾക്ക് ഓൾറെഡി ഇഷ്ടമാണ്. ഇവനാ എൻ്റെ അനിയത്തിയോട് ചോദിച്ചത് കൊണ്ട് ഞാൻ മാരേജ് കഴിച്ചു കൊടുത്തത്. ഇവനാ എൻ്റെ ഫസ്റ്റ് കേട്ടത്. ഞാൻ പറഞ്ഞു ഹീറോയെ കുറിച്ച് വീട്ടിലൊക്കെ വന്നു. ഹീറോ ടെൻഷനിൽ എല്ലാവരോടും ചോദിക്കാൻ തുടങ്ങി. അർജുൻ പറയാൻ തുടങ്ങി ഇപ്പോൾ ഫ്ലാഷ് ബാക്ക് വെക്കാം. ഹീറോയുടെ വീട് കുറച്ച് സാടിയായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ മമ്മി വന്നു. എന്ത് പറ്റി ആൻറ്റി, അവൻ അർജുൻ രാഹുൽ നിങ്ങളെ മോളെ ചോദിച്ചാൽ നിങ്ങൾ കല്യാണം കഴിച്ച് കൊടുക്കും. അവൻ നല്ല വൃത്തി കേട്ടവനാണ്, അവനിക്ക് കല്യാണം കഴിച്ച് കൊടുക്കുക. ആൻറ്റി അവൻ മെരട്ടാണ്, പിന്നെന്താ ചെയ്യുക? ജങ്കുക്ക് പറയാം എനിക്ക് അവളെ ഇഷ്ടമാണ്, ഞാൻ മാരേജ് ചെയ്യട്ടെ. എനിക്കൊക്കെ ഹീറോയിൻ്റെ ഡാഡിക്കും മമ്മിക്ക് ഷോക്കായി. ഓക്കെ, അതൊക്കെ ഇപ്പോൾ എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞ മതി ചെയ്താൽ മതി. ജങ്കുക്ക് ഐഡിയ പറഞ്ഞു കൊടുത്ത്. ഓക്കെ എന്ന് വെച്ചാൽ ജങ്കുക്ക് ഐഡിയ പറഞ്ഞു കൊടുത്തു. ഞാൻ മാരേജ് ഞാൻ കഴിച്ചോളാം, അത് മാത്രമല്ല മാരേജ് സ്റ്റോപ്പ് ആകുന്ന മാതിരി ചെയ്താൽ നിങ്ങൾ മെല്ലോണം അവളെ കൊണ്ടുവന്നാൽ മതി, മാത്രം മാരേജ് സ്റ്റോപ്പ് ചെയ്താൽ മതി, മാത്രം പ്ലാൻ ഇതാണ് ജങ്കുക്ക് പറഞ്ഞു. ആ അർജുൻ്റെ ഫ്രണ്ട്, അവൻ്റെ ഹോട്ടലിലുള്ള ഫ്രണ്ടില്ല, അവന് പോലീസ് എത്തിയാൽ മതി. അത് മാത്രമല്ല പോലീസ് പറഞ്ഞ ഒറിജിനൽ പോലീസല്ല, ഫേക്ക് പോലീസാണ്. നിങ്ങൾ ആക്ഷനെ കുറച്ച് ആൾക്കാർ വെച്ച് ചെയ്താൽ മതി അങ്ങനായിട്ട് പറഞ്ഞു. ശരി, എൻ്റെ ഫ്രണ്ടുണ്ട് ഒരുത്ത, അവൻ ആക്ടറാണ്, അവനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ആക്ടിങ് ഡ്രാമ ഭയങ്കര ഇൻട്രസ്റ്റ് അവനക്ക്. ജങ്കുക്ക് മണി കൊടുത്തു. ശരി ഓക്കെ, നിങ്ങൾ പറഞ്ഞ മതി ചെയ്യാം. അങ്ങനെ പോലീസ് മറിയ അവർ റിയൽ പോലീസ് അല്ല, ഫേക്ക് ആയിരുന്നു അവർ. ഓക്കെ സാർ. പിന്നെ അവൻ്റെ വൈഫിനോട് വരുത്താൻ തുടങ്ങി. വൈഫിനോട് പറയാൻ തുടങ്ങി നിങ്ങളുടെ ഹസ്ബൻഡ് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. ശരി ഓക്കെ, ഞാൻ എൻ്റെ ഹസ്ബൻഡിക്ക് പനിഷ്മെൻറ്റ് കൊടുക്കാം, എൻ്റെ ഹസ്ബൻഡിക്ക് ഞാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ എന്ന് പറഞ്ഞു. അതേമാതിരി പ്ലാൻ മതി നടന്നായിരുന്നു. ജങ്കുക്ക് നടന്ന കാര്യം പറഞ്ഞു. ഇത് കേട്ട് ഹീറോയ്ക്ക് ഷോക്കായി. ഇതെല്ലാം എൻ്റെ പ്ലാനാ? അതെൻ്റെ പ്ലാനാണ് ജങ്കുക്ക് പറഞ്ഞു. നിനക്ക് എപ്പോൾ എന്നെ പിടിക്കാൻ തുടങ്ങി? ഓൾറെഡി എനിക്ക് എന്നെ ഇഷ്ടമാണ്, മാത്രം എനിക്ക് മാരേജ് ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. നിൻ്റെ ചേട്ടൻ പറഞ്ഞായിരുന്നു എനിക്ക് എന്നെ പിടിക്കുമെന്ന് അറിഞ്ഞായിരുന്നു, അതുകൊണ്ട് എനിക്ക് എന്നെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ ജങ്കുക്ക് പറഞ്ഞു. പിന്നെ എൻ്റെ വീട്ടിലുള്ള ഫാമിലി കാണുമ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടു. എൻ്റെ മമ്മി ഫസ്റ്റ് എന്നെ ചോദിച്ചായിരുന്നു, എൻ്റെ മോളെ മാരേജ് കഴിച്ച് എനിക്ക് മർമോനായിട്ട് വന്നതിലുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മമ്മി ചോദിച്ചായിരുന്നു, അതുകൊണ്ട് ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഹീറോയിനോട് പറയാൻ തുടങ്ങി. ഹീറോയിനോട് പറഞ്ഞു നിനക്ക് കൊറിയയിൽ വന്ന് പഠിക്കാമെന്ന് ഹീറോയിനോട് പറഞ്ഞു. അതെങ്ങനെ എനിക്കിപ്പോഴും ഫുൾ പഠിച്ചിട്ടാവണ്ടേ? സാറില്ലായിരുന്നു ഹീറോയി. അങ്ങനെ ഡേയ്സ് കൊറിയൊക്കെ ജങ്കുക്ക് പോയി. കുറച്ച് ഡേയ്സ് കഴിഞ്ഞു ഹീറോയ്ക്ക് ഗ്രാജുവേറ്റായി. ഇപ്പോൾ കൊറിയയിൽ ഹീറോയി പോകാൻ തുടങ്ങി. ഇപ്പോൾ ഹീറോയി പറയാൻ തുടങ്ങി ഗ്രാജുവേറ്റായി, പഠിച്ച് കഴിഞ്ഞു. ഹീറോയ്ക്ക് ഇപ്പോൾ കൊറിയയിൽ ഫുൾ പഠിച്ച് കഴിഞ്ഞു. ഹീറോയ്ക്ക് എന്ത് ആഗ്രഹം അത് പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ജങ്കുക്ക് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് ഹീറോയ്ക്ക് പാതി പഠിച്ചായിരുന്നു, ഇനി ഫുൾ ഗ്രാജുവേറ്റ് ആയില്ലായിരുന്നു. ഗ്രാജുവേറ്റ് ഇത് ജനുവരി ആയിരുന്നു. അത് ഒക്കെ ആയിരുന്നു. ഹീറോ എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് ഹീറോയ്ക്ക് ഗ്രാജുവേറ്റ് ആയി മാരേജ് ചെയ്ത കാര്യം ഹീറോ പറഞ്ഞു. ഇതാണ് ഗ്രാജുവേറ്റ് ആയത്, എൻ്റെ പ്ലാനാണ്. നിനക്കിപ്പോൾ ഗ്രാജുവേറ്റ് കഴിഞ്ഞു. അതുമാത്രമല്ല ജങ്കുക്ക് പറഞ്ഞു. ഹീറോയി പറഞ്ഞു തുടങ്ങി ഇതാണ് നടന്നത്. ജങ്കുക്ക് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് പോയ ശേഷം ഇതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞായിരുന്നു. അത് കേട്ട് ഹീറോയ്ക്ക് ഷോക്കായി. ഇപ്പോൾ ഹീറോയ്ക്ക് ജങ്കുക്ക് ബേബി